സോ നെക്സ്റ്റ് ഡേ ഇൻ തായ്ലൻഡ് ഞങ്ങൾ ദ്വീപുകൾ കാണാൻ വേണ്ടി ശരവേഗത്തിൽ പൈന്ന ജലവാഹനത്തിൽ പോകാൻ പോണ് സ്പീഡ് ബോട്ടേ. കുറച്ച് മിഠായി തന്നു. എന്റെ കിളി പറഞ്ഞു വെക്കുന്ന വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഞാൻ പേര് രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്ത് നിന്നും എനിക്ക് ഒരു അപരിചിതം കുറച്ച് ഗുളികകൾ കൊണ്ടു തന്നു. എന്നിട്ടൊരു ചിരിയും പാസ്സാക്കി. ആദ്യം ഞാനൊന്ന് പേടിച്ചു, മറ്റേ സംഭവമാണെങ്കിലാ അന്റെ തുടങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ടു പിള്ളേ. പക്ഷെ അതല്ലായിരുന്നു. ഐലൻഡിൽ വന്നിട്ട് ഭാര്യയും കൊച്ചുമായിട്ടൊക്കെ നടക്കണതിന്റെ വിഷമം എനിക്കറിയാം. നീ ഇത് കഴിച്ചിട്ട് രാത്രി ഉറങ്ങുന്നത് ജമനീനോട് ചോദിക്കാൻ എന്നിട്ട് വീഡിയോ എടുക്കാം. എന്തായാലും ജമനോട് ഞങ്ങൾ ചോദിച്ചില്ല, ജമനോട്ട് പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ ഐലൻഡ് ബീച്ചിലേക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പുതിയ ഡ്രസ്സുകൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു. ശീതമ്മയ്ക്ക് ഞാൻ കുറച്ചധികം ബുദ്ധിമുട്ടി, കാരണം അവിടെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ പുറത്തിറങ്ങൂല എന്ന് ശീതമ്മ പറഞ്ഞു. അങ്ങനെ കഷ്ടപ്പെട്ട് കിട്ടിയ നിക്കറുടുപ്പും ശീതമ്മ അപ്രൂവ് ചെയ്തു. അപ്പൊ ദേണ്ടറ അടുത്ത പരാതി തൊപ്പി വേണമെന്ന് ഇയാളും തൊപ്പിക്കിളിയ. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടുത്തെ ഷുണ്ടറിന്റെ ഫോട്ടോ അടിച്ച നോട്ടുകൾ ഞാൻ വെതറുകയായിരുന്നു. തായ്ലൻഡിൽ പോയെന്ന് സ്വയം ബോധിപ്പിക്കാൻ വേണ്ടി അതിന്റെ എടുത്തുള്ള തൊപ്പി ഞാൻ മേടിച്ചു. ഇതിന്റെ എല്ലാം ഇടയിൽ അവനെ പൂവുള്ള തൊപ്പി വെച്ച് പൂക്കിയാക്കാൻ നോക്കുന്ന ശീതമ്മ. അടുത്തത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കാട്ടിൽ നിന്നും കൂട്ടം തെറ്റി നാട്ടിലേക്ക് കയറി വന്ന ഒരു വന്യമൃഗത്തിന്റെ അമർച്ചയാണ്. ഈ അമർച്ച തായ്ലൻഡ് ഫുള്ള് ഞങ്ങൾ കേട്ടായിരുന്നു. എന്റെ തൊപ്പി അടിച്ചു മാറ്റി കേട്ടോ. വണ്ടി എടുക്കുന്നതിന് മുമ്പ് സൈറൺ മുഴങ്ങുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ യാത്രയായി. ഇതിന്റെ ഇടയിൽ മറ്റൊരു അത്ഭുതം ഉണ്ടായി. ഇത്രയും സ്പീഡിൽ പോകുന്നൊരു ബോട്ട്, അതിന്റെ കുലുക്കം നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഇടയിൽ ഒരു കുഞ്ഞി ആൾ എന്റെ കൈയിൽ കിടന്ന് ഒങ്ങി. ദാ നോയിക്കേ, വല്ല അനക്കം കൊണ്ടുവന്ന് ആ കുലുക്ക് വന്ന് അവനൊരു പ്രശ്നമേ അല്ല. അങ്ങനെ അവസാനം ഒരു 3/4 മണിക്കൂറിന്റെ യാത്ര കഴിഞ്ഞ് ഞങ്ങളൊരു ഐലൻഡിലെത്തി. ആശാൻ ഇപ്പോഴും നല്ല ഉറക്കം തന്നെ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആശാൻ എഴുന്നേറ്റപ്പുണ്ട്. അടുത്ത അമ്മയില്ല, ചുറ്റും വെള്ളം. അവനെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തു കരുതി ഒരു ഒറ്റ കരച്ചിൽ. ഞാൻ ചാടി ബോട്ടിലും കയറി. അപ്പൊ തന്നെ കരച്ചിൽ സ്റ്റോപ്പായി. ശേഷം ശീതമ്മയുടെ ഒരു ഊട്ടിട്. ഈ വാക്ക് കേട്ട് വിശ്രമിച്ചിരുന്നപ്പോൾ എന്നെ നോക്കി ശീതമ്മ ഇങ്ങനെ മൊഴിഞ്ഞു. ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. നമ്മള് അപ്പോഴും അമ്പടുമണി ഉറക്കം തന്നെ ഉറക്കം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങൾ നൂഡിൽസ് എടുത്തു. ആ ഗ്യാപ്പിൽ അവനെ വിളിച്ചെഴുന്നേപ്പിച്ച് അവനൊരു തണ്ണിമത്തനും കൊടുത്തു. മറ്റൊരു കൺട്രി ആയതുകൊണ്ട് ഞങ്ങൾ ഒരുപാടൊന്നും അറിയാത്ത ഫുഡൊന്നും കൊടുത്തില്ല. വളരെ കുറച്ച് പുറത്തെ ഫുഡേ കൊടുത്തുള്ളൂ. കൂടുതൽ കൊടുത്തത് ഫ്രൂട്ട്സും റൈസും ബോയിൽഡ് ചിക്കനും. എന്നോട് ശീതമ്മ വീണ്ടും 2 തണ്ണിമത്തൻ കട്ട് ചെയ്ത് ചോദിച്ചു. ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം ഞാൻ കൊടുക്കും. അതുകൊണ്ട് 2ന് പകരം 4 എണ്ണം എടുത്ത് കൊടുത്തു. പിന്നീട് ശീതമ്മ കുഞ്ഞിനെ കൊണ്ട് പച്ചക്കറി കഴിപ്പിക്കാനുള്ള ഒരു തന്ത്രം നടത്തി നോക്കി. പക്ഷേ അത് വായി വെച്ച് ഉടനെ തന്നെ ഒരു ഒറ്റ തുപ്പ്. അപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ മൊഴിഞ്ഞു, അമ്മയുടെ മോൻ തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫേമസ് ആയ ഫിഫി ഐലൻഡിലേക്ക് എത്തി. കുറെ വീഡിയോ എടുത്തതിന് ശേഷം ശീതും എന്റെ കഴുത്തെ കുത്തി പിടിക്കാൻ വന്നല്ല കേട്ടോ. അതെ, എന്റെ കുറച്ച് കിടിലൻ ഫോട്ടോസ് എടുക്കാൻ വന്നാണ്. പാവം പേടിച്ചു പോയി ഞാൻ. അടുത്തതായി അമ്പടുമണി ഞാൻ കടലിൽ മുക്കാൻ നോക്കിയെങ്കിലും ആ പരിശ്രമം മാത്രമായി. ശേഷം തായ്ലൻഡിലെ ബീച്ചിൽ നിന്നും കക്ക വറുക്കാൻ നിൽക്കുന്ന അമ്പടുമണി ഞങ്ങൾ കാണുന്നത്. പക്ഷെ കക്ക വറുക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും ഗ്യാപ്പ് കിട്ടുന്നില്ല, കാരണം 2 തിരയടിച്ച് അപ്പുറത്തെ കടലിൽ പോയി വീഴും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.